ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഭിനന്ദ് വ്ളോഗ്സ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ 2K വരെ എത്തിയല്ലോ, അതിൻ്റെ ഒരു യൂട്യൂബ് ജേർണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ ഈ ചാനൽ തുടങ്ങാന്ന് വെച്ചാൽ ഞാൻ വെറുതെ ചെയ്തപ്പോൾ വിചാരിച്ചു ഒരു ചാനൽ അങ്ങ് തുടങ്ങിയതല്ല, കുറച്ച് ഫേമസ് ആവുകയും ചെയ്യും, പിന്നെ യൂട്യൂബിൽ നിന്ന് കാശും കിട്ടും. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഫസ്റ്റ് എനിക്ക് അറിയാം യൂട്യൂബിൽ കാശ് കിട്ടും. 2 വർഷം മുമ്പേ ഒരു 5 പഠിക്കുമ്പോഴാണ്, അപ്പോൾ എനിക്ക് വലിയ അറിവൊന്നുമില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ ചാനലിന് തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് എൻ്റെ അമ്മ എടുത്ത് ചോദിച്ചു ഏത് പേരിടണം. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് സീരിയലിൻ്റെ പേരിടാം. ഏഷ്യാനെറ്റ് സീരിയൽ മൗനരാഗത്തിൻ്റെ പേരിടായിരുന്നു. അപ്പോൾ മൗനരാഗം ഫാനെന്ന് ഞാൻ പേരിട്ടു. അതിലാദ്യം ഫസ്റ്റ് ഒന്നും എൻ്റെ ഫേസ് ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസ് കാണിച്ചൊരു വീഡിയോ അങ്ങനെ ഉണ്ടാകും, ഹൗസ് ബ്ലോഗിൻ്റെ. അപ്പോൾ ഹൗസ് ബ്ലോഗാണ് ഞാൻ ഫസ്റ്റത്തെ വീഡിയോ. വീട് മൊത്തം കാണിച്ചു. പിന്നെ അതിൻ്റെ പാർട്ടായിട്ട് ഇട്ടു. 4 പാർട്ടായിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പേരങ്ങ് മാറ്റുമെന്ന്. പിന്നെ ഞാൻ അഭിനന്ദ് ആക്ടിങ് എന്നിട്ടു. ആക്ടിങ് വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ അതിനും വലിയ റീച്ചൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ പുതുമഴ അക്ഷി എന്ന് പറഞ്ഞൊരു വീഡിയോ എന്നിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ അതിന് നല്ല വ്യൂസ് കിട്ടി. 142 150 വ്യൂസ് അങ്ങോട്ട് കിട്ടി. പിന്നെ ഞാൻ തുടർച്ച പുതുമഴ ഇട്ടു, അതിനും നല്ല വ്യൂസ് കിട്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഫുട്ബോൾ കണ്ടൻറ് ഇടായിരുന്നു, ഫുട്ബോൾ ഷോർട്സ്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് ഫുട്ബോൾ ഷോർട്സ് ഇട്ടു. പിന്നെ XAO07ൻ്റെയും ഓഡി സ്പോർട്സ് ജംഗ്ഷൻ്റെയും കുറച്ച് വീഡിയോസ് എടുത്ത് അത് ഞാൻ എൻ്റെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇട്ടു. അങ്ങനെ ഞാൻ ഏകദേശം 2 വർഷം എടുത്തു 1K അടിക്കാൻ. അങ്ങനെ മാർച്ച് 30, 2024 ഞാൻ 1K എന്ന് പറഞ്ഞ ആ ഒരു ഡ്രീം അങ്ങ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് ഞാൻ 2 വർഷം എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ആ സമയത്ത് വലിയ അറിവില്ല, കണ്ടൻറ്റില്ല, പിന്നെ എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. പിന്നെ 2023 ആ ഒരു കാലഘട്ടത്തിലാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് അപ്പോഴാണ് കുറച്ച് റീച്ചൊക്കെ കയറി തുടങ്ങിയത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എന്നെ ആരും അങ്ങനെ താഴ്ത്തി പറഞ്ഞൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോയിലുള്ള ഇത് കയറി ഒരു ആവശ്യം കയറി അങ്ങനെ ഇട്ടു. അങ്ങനെ മാർച്ച് 30 1K എന്ന വലിയൊരു മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്തു. പിന്നെ തുടർച്ച ഫുട്ബോൾ കണ്ടൻസ് ഇടാൻ തുടങ്ങി. അങ്ങനെ ഒരു 29 ഏപ്രിലായപ്പോൾ ഞാൻ 2K അടിച്ചു. അത് വെറും 29 ദിവസം എടുത്തോളൂ. അതുകൊണ്ടാണ് 29-ാം തീയതി അടിച്ചത്. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മളൊരിക്കലും നിങ്ങളുടെ ചാനലുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോവുക. ഈ ഹേറ്റേഴ്സ് എന്തുവേണമെങ്കിലും പറയും. ഇപ്പം കുറേ പേർക്ക് തന്നെ ഹേറ്റേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് CR7 മെസ്സി അവർക്കൊക്കെ ഹേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ ഹേറ്റേഴ്സ് എന്ത് വേണമെങ്കിലും ബാഡ് കമൻറ്റ്സ് ഇട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്ത് നമ്മൾ തുടർച്ചയായി വീഡിയോ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂട്യൂബ് ജേർണി. അപ്പോൾ ഇത് ഇനിയും കുറേ പറയാനുണ്ട്. ഞാൻ ചെറിയ വീഡിയോ ഇടുന്നുള്ളൂ, കാരണം ലെങ്ത് കൂടി. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്ക് ചാനലുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ, ബൈ.